രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ BJP സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യതയുള്ള പേരുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേരാണ് രാജീവ് ചന്ദ്രശേഖർ. ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ തൊപ്പിയിലേക്ക് ഒരു പൊൻതൂവൽ കൂടി ചേർക്കുന്നതായിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത്. നീണ്ട 27 വർഷത്തെ കാലത്തിന് ശേഷം BJP ഡൽഹിയിൽ ഭരണത്തിലേക്ക് എത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. ഇത് കേരളത്തിലേക്ക് ആ രാജീവ് ചന്ദ്രശേഖറിന്റെ പവർ എത്തുമ്പോൾ കേരളത്തിൽ അത് കുറച്ചും കൂടി BJPയെ ശക്തമാക്കും എന്ന രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ 27 വർഷങ്ങൾക്ക് മുൻപാണ് BJP ഡൽഹിയിൽ ഭരിച്ചിട്ടുണ്ടായത്. അതിനുശേഷം കോൺഗ്രസ് ആണ്. പിന്നീട് 2013 ആയപ്പോഴേക്കും ആം ആദ്മി പാർട്ടി വരുന്നു. ഈ ആം ആദ്മി പാർട്ടിയെ തല്ലി തകർത്ത് താഴെയിടുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ചാണക്യന്റെ ഒരുപാട് തന്ത്രങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഡൽഹിയിലെ ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന പേര് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്. പിന്നെ കേരളത്തിലെ ഇലക്ഷനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂർ ജില്ല എടുക്കുന്ന സമയത്ത് വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷൻ പ്രചരണ സമയത്ത് തന്നെ ട്രെൻഡ് ആയ ഒരാളാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ. കാരണം പുള്ളി ഒരു IT പ്രൊഫഷണലാണ്, സംരംഭകനാണ്. ആ ഒരു രീതിയിൽ തന്നെ തിരുവനന്തപുരത്തെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരാളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളാണെങ്കിൽ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ലൊരു പിന്തുണയുണ്ടായിരുന്നു അദ്ദേഹത്തിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കേരളത്തിലെ ആൾക്കാർക്ക് തന്നെ. കേരളത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം ലോക്സഭയിലേക്ക് MP ആയി പോകുന്ന BJP സ്ഥാനാർത്ഥികളിൽ ഉയർന്നു കേട്ടിരുന്ന പേരാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ശശി തരൂർ കുറച്ചും കൂടി പ്രമുഖനായതുകൊണ്ടും ആളുകൾക്ക് സുപരിചിതനായതുകൊണ്ടും രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ഒരു ചാൻസ് അടഞ്ഞു പോവുകയായിരുന്നു തിരുവനന്തപുരത്ത്. വോട്ടിന്റെ ആ ഒരു ടാഗ് നോക്കി കഴിഞ്ഞിട്ട് തന്നെ ഒരു സമയം വരെ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു ലീഡ് ചെയ്ത് നിന്നിരുന്നത്. നെയ്യാറ്റിൻകര, കോവളം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ലീഡ് ചെയ്യപ്പെട്ടിരുന്നത് ചന്ദ്രശേഖർ ആയിരുന്നു. കാരണം ഒരു നീണ്ട 5-10 വർഷത്തോളം ഭരിച്ച ആളാണ് ശശി തരൂർ. എന്നിട്ട് പോലും, കാരണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ശശി തരൂരിന് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ അവിടെ കിട്ടുന്നത് കടപ്പുറം ഭാഗത്ത് നിന്നാണ്. ആ ഒരു ഭാഗത്ത് എപ്പോഴും എന്ന് വെച്ചാൽ ശശി തരൂരിനെ അവിടെ കൈവിടില്ല എന്നൊരു അവസ്ഥയാണ്. പക്ഷെ ശശി തരൂരിനോടുള്ള സ്നേഹമല്ല, ഈ രാജീവ് ചന്ദ്രശേഖറിനെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്ത് ഇത്തരത്തിലുള്ള അവിടുത്തെ തീരദേശ മേഖലയിൽ ഒരുപാട് സ്ഥലത്തേക്ക് ഞാൻ പോയി. അവരിപ്പോഴും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും സ്നേഹിക്കുന്നവരാണ്. അവർക്ക് ആർക്കും മോദി വന്നതോ അല്ലെങ്കിൽ ശശി തരൂരിനെ കുറിച്ചോ ഒന്നും ചിന്തയില്ല. അവരുടെ ജീവിതം ഇപ്പോഴും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയ പഴയ കോൺഗ്രസ് നേതാക്കളെ പറഞ്ഞുകൊണ്ട്, അവരോട് നമ്മൾ ആരോട് എന്ത് ചോദിച്ചാലും ഇവർക്ക് പറയാനുള്ളത് ആ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ്. സോ അവർക്ക് കോൺഗ്രസിനോടുള്ള സ്നേഹമാണ്, അല്ലാതെ ശശി തരൂരിനോടുള്ള സ്നേഹമല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ അതിലെ പണ്ടത്തെ മുതിർന്ന നേതാക്കളോടുള്ള സ്നേഹമാണ് ഇന്നും ആ കടപ്പുറത്തുള്ള ജനത ഈ കോൺഗ്രസിന് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും ശശി തരൂരിനെ താങ്ങി നിർത്തിയത് ആ ഒരു കടപ്പുറത്തെ വോട്ടുകൾ തന്നെയാണ്, വോട്ട് ഷെയർ. പക്ഷെ ആ ഒരു സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നന്നായിട്ട് വോട്ട് ഷെയർ കൂടുതലുള്ള സ്ഥലമായിരുന്നു. കാരണം എല്ലായിടത്തും അദ്ദേഹത്തിന്റെ പ്രചരണ വേളയിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും, ഒരു നീണ്ട 10-20 വർഷത്തെ കേരളത്തിന്റെ ഭരണത്തെ തന്നെ എടുത്ത് അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് IT ഷെയർ കൂടി, അല്ലെങ്കിൽ അദ്ദേഹം 18th 19th കാലഘട്ടത്തിലേക്ക് ഇവിടെ വന്നിരുന്ന സമയത്ത് ആ തിരുവനന്തപുരത്ത് എന്തായിരുന്നു IT ഹബ്ബ് എന്നായിരുന്നു. എന്തായാലും നമുക്കറിയാം, ഈ രാജീവ് ചന്ദ്രശേഖർ അത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചും. ഇപ്പൊ നമുക്ക് ഡൽഹിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഡൽഹിയിൽ നമുക്കറിയാം, ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞു, 27 വർഷക്കാലം ഈ BJP എന്ന പാർട്ടിയെ അകറ്റി നിർത്തിയത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്ത്യയുടെ പാർലമെന്റ് സംവിധാനങ്ങൾ അടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. നമ്മുടെ കേന്ദ്രത്തിൽ 3 തവണ അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഒരു വലിയ വാഴ്ച നടക്കുമ്പോൾ, ഇതേ ഡൽഹിയിൽ നടക്കുമ്പോൾ ആ സംസ്ഥാനം BJPക്ക് അന്യമായിരുന്നു എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ച് വല്ലാത്തൊരു വെല്ലുവിളി അല്ലെങ്കിൽ വല്ലാത്തൊരു അടി തന്നെയായിരുന്നു. തങ്ങളുടെ ഭരണ സംവിധാനങ്ങൾ ഇരിക്കുന്ന ഡൽഹി എന്ന് പറയുന്ന സ്ഥലം തങ്ങൾക്ക് ഭരിക്കാൻ സാധിക്കുന്നില്ല, അവിടെ BJP അന്യമായി പോകുന്നു എന്ന് പറയുന്നത് മോദിക്കും അമിത്ഷായ്ക്കും അല്ലെങ്കിൽ BJPക്കും എല്ലാം ഒരു നാണക്കേട് ഉണ്ടാക്കിയിരുന്നതാണ്. അതിനെയാണ് അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അതിന്റെ വിജയശില്പിയായിട്ടാണ് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ പറയപ്പെടുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആം ആദ്മിയുമായി കൊമ്പ് കോർത്ത BJP നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടു. ഒരുപാട് വിവാദങ്ങൾ നടന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഡൽഹിയെ സംബന്ധിച്ച് കഴിഞ്ഞു പോയത്. കാരണം നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ഒരു തവണ നമ്മുടെ രാവണനെയും സീതയും പുരാണ കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ടുവന്നത്, സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണന്റെ തരത്തിലെ പൊന്മാനാണ്, അല്ലെങ്കിൽ രാവണന്റെ കഥയിലെ പൊന്മാനാണ് BJP എന്ന് പറയുന്ന ഒരു പരാമർശം സ്ഥലം കെജ്രിവാൾ ഒന്നുകൂടെ ആലോചിക്കണമായിരുന്നു. കാരണം അത് തനിക്കെതിരെ തന്നെ ഹിന്ദു വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു കെജ്രിവാൾ ഉപയോഗിച്ചത്. പക്ഷെ അത് തനിക്കെതിരെ തന്നെ ആയുധമായിട്ട് BJP ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ, കാരണം അത് BJPയുടെ ഒരു ടൂളാണ്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാം.
കൃത്യമായിട്ട് എവിടെ എന്ത് ഉപയോഗിക്കണമെന്നറിയാം. അത് ബി ജെ പിക്ക് കൃത്യമായിട്ട് അറിയാം. 27 വർഷത്തിന് മുമ്പ് ഭരിച്ചിരുന്ന ബി ജെ പി കൃത്യമായി പ്ലാനിങ്ങോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്, കാരണം എന്താണ് ഇവിടെ പ്രചരണത്തിന് വെക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ബി ജെ പി ഗവൺമെന്റിനെതിരെ കേജ്രിവാൾ ഉയർത്തിയ ഒരു വാദമായിരുന്നു യമുന നദി മലിനമാക്കുന്നു, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് വിഷം നിറച്ച വെള്ളം, ജലമാണ് കൊടുക്കുന്നത്. ആ ഒരു രീതിയിലേക്കൊക്കെ ഒരു പ്രസ്താവന മുന്നോട്ട് വെക്കുമ്പോൾ ഓപ്പോസിറ്റ് ബി ജെ പി ആണ്. അവിടെ അതിനെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അടങ്ങുന്ന ബി ജെ പി. രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ബുദ്ധിരാക്ഷസന്മാർ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ അവരാണ് ആ ഒരു ഇലക്ഷൻ അവിടെ ടൂൾ ചെയ്യുന്നതെന്ന് അറിയാതെയാണ് കെജ്രിവാൾ ഇത്ര ഒരു പ്രചരണം നടത്തിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ആണെങ്കിലും പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി നമ്മുടെ CM സംസാരിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് സമയത്ത്. ആ ഒരു സമയത്തും ആരെന്ത് പറഞ്ഞാലും ഒരു വിമർശനം കിട്ടേണ്ട സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖർ അതിനെ വളരെ വ്യക്തമായി CAA എന്താണ് എന്നും, അല്ലെങ്കിൽ അതിന് പറഞ്ഞു കേരളത്തിൽ ഒരിക്കലും അത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞു അത് സെൻട്രലിലുള്ള ഒരു കാര്യമാണ്, അവിടെ നിന്നും പാസ്സാക്കുന്ന ബില്ലാണ്, അതിന് ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഇടപെടാനുള്ള അധികാരമില്ല എന്ന് കൃത്യമായി. കാരണം ഒരാൾക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു തന്ത്രപരമായ ടൂള് തന്നെയാണ് ഡൽഹിയിലും പ്രയോഗിച്ചിട്ടുള്ളത്. അതെ, ഇപ്പൊ നമ്മള് ഡൽഹിയിൽ ഇപ്പൊ അതിനെ പറഞ്ഞതുപോലെ തന്നെ യമുന നദിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ സമയത്ത് ഈ ആം ആദ്മി പാർട്ടിയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യം അറിയാം ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒരു വാദമായിരുന്നു യമുന നദി വൃത്തിയാക്കുമെന്ന് പറയുന്നത്. ഇതേ യമുന നദിയെ അവർ പിന്നീട് BJPക്കെതിരെ ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ BJP തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നിങ്ങളുടെ ഈ പ്രസ്ഥാനം. അത് എന്താ പറയാ, മുഖത്തേക്ക് അടിക്കുന്നത് പോലെയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം BJP തിരിച്ചു ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം പറയേണ്ട ഇടങ്ങളിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പറയുകയും ലോജിക്കലി അല്ലെങ്കിൽ രാഷ്ട്രീയം പറയേണ്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയം പറയുകയും ചെയ്യാൻ BJPക്ക് ഡൽഹിയിൽ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ കോൺഗ്രസിൽ നിന്നടക്കം വോട്ടുകൾ പിടിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചു. അത് BJPയെ സംബന്ധിച്ച് വലിയ, ഇപ്പൊ നമ്മൾ ഒരുപാട് പേർ പറയുന്നുണ്ട് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഒത്തുകളി ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം ഉപരി BJPയുടെ തന്ത്രങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡൽഹിയെ സംബന്ധിച്ച് നോക്കേണ്ടത്. കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റും. കാരണം അവർ ചെയ്യുന്ന ഒരു ഡിഫൻസിൽ പിന്നീട് കെജ്രിവാളിനാണെങ്കിലും പിന്നീട് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഡിഫൻസിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളിലും നമ്മുടെ വയനാടുള്ള ഇഷ്യൂ ആണെങ്കിലും അത് കേന്ദ്രത്തിൽ അവർ ഡിഫെൻഡ് ചെയ്യുമ്പോൾ പിന്നീട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ഡിഫൻസി ആയിരിക്കും. പക്ഷെ വയനാടിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിലേക്ക് എത്രത്തോളം വലിച്ചഴക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. കാരണം അത് ഇനി നമുക്ക് നിയമസഭ ഇലക്ഷൻ വരികയല്ലേ. നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ ഒരു നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വോട്ട് ഷെയർ കൂട്ടിയതുപോലെ ഇനി ഉറപ്പായിട്ടും നമുക്ക് ഇനി നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, കാരണം തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം ഒരുപാട് നല്ല വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. കാരണം ഒരു വിജയിപ്പിച്ചത് മോശമായി പോയി, കേരളത്തിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല ആ ഒരു രീതിയിൽ. പക്ഷെ നമ്മൾ പാലക്കാട് എടുക്കുമ്പോൾ കാണാം വീണ്ടും 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആരാണ്? പാലക്കാടിനെ സംബന്ധിച്ച് BJP എന്ന് പറയുന്ന ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ നഗരസഭ വരെ ഭരിക്കുന്നത് BJP ആണ്. മുൻപുള്ള തിരഞ്ഞെടുപ്പുകളിലും പാലക്കാട് 2ാം സ്ഥാനത്ത് BJP തന്നെയാണ്. അവിടെ ഇടതുപക്ഷത്തിന് അത്രത്തോളം ശക്തി ഇല്ല എന്നുള്ളത് വ്യക്തമായ ഒരു സത്യം തന്നെയാണ്. പക്ഷെ ഈ രാജീവ് ചന്ദ്രൻ, നമ്മളിപ്പോ ഈ K. സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ അധ്യക്ഷൻ കേരളത്തിൽ നിന്ന് മാറ്റാൻ കേന്ദ്രമടക്കം തീരുമാനിക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ കുറച്ചു മാസങ്ങളായി വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉയർന്നു കേൾക്കുന്നത് പേരുകളിൽ ഒന്ന് ശോഭാ സുരേന്ദ്രന്റേതാണ്. അടുത്ത പേരായി നമ്മൾ കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ്, അല്ലെങ്കിൽ MT രമേശിന്റെ പേര് നമ്മൾ കേൾക്കുന്നു. ഈ പേരുകളിൽ ഇപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ കൊള്ളാമായിരിക്കും എന്ന് കേരളത്തിലുള്ള പ്രവർത്തകർ വരെ ചിന്തിക്കുന്ന രീതിയിലേക്കാണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം ഈ ആളുകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം 27 വർഷത്തിന് ശേഷം വളരെ കരുത്തോട്, കാരണം അവിടുത്തെ മുഖ്യമന്ത്രി വരെ തോപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ ഒരു ഇലക്ഷൻ ടൂൾ, അല്ലെങ്കിൽ അവരുടെ ഒരു മെനഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം, എല്ലാ പ്രചരണങ്ങളെയും കേജ്രിവാളിന്റെ എല്ലാ പ്രചരണങ്ങളെയും ഉടച്ചു നീക്കിക്കൊണ്ടാണ് അവർ ആ ഹിന്ദു വോട്ട് ഷെയർ ആണെങ്കിലും അല്ലെങ്കിൽ വനിതകളുടെ വോട്ട് ഷെയർ ആണ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിനെ പോലും നിലത്തടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്തേക്ക്, നമ്മുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ എന്ന സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരികയാണ് എങ്കിൽ അത് നിയമസഭ ഇലക്ഷന് നല്ല രീതിയിൽ ഒരു മുൻതൂക്കമായിരിക്കും. കാരണം ഇതേപോലെ വൻ തന്ത്രങ്ങളായിരിക്കും നമ്മുടെ ഈ ഇലക്ഷനും ഉപയോഗിക്കുന്നത്. അതേപോലെ ഇനി വോട്ട് ഷെയർ മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷവും വീണ്ടും അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. വീണ്ടും ഭരണത്തിലേക്ക് മോദി വന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ ഒരു തന്ത്രപരമായി എവിടെ എന്ത് പ്രയോഗിക്കണമെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു സ്ഥിതി അല്ലെങ്കിൽ ആ ഒരു അത്രയും ക്ലവർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്.